നമുക്കൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ? ശരി, വാ മക്കളെ, നമുക്കുണ്ടാക്കാം. നമുക്ക് തേങ്ങ തിരുവാം. തേങ്ങ തിരുവിയിട്ട് പിന്നെ അതിൽ അരപ്പാദ്യം റെഡിയാക്കാം. റെഡിയാക്കിയത് ചക്കത ക്ലീനാക്കി അരിഞ്ഞ് ചക്കക്കുരുവൊക്കെ ഇട്ട്, ചക്കക്കുരു ഇട്ടാലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. ഇട്ട് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് അടുത്ത് നമ്മൾ കൂട്ട് റെഡിയാക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് തേങ്ങ കുറച്ച് മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക്, നമുക്കിതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഇതാ റെഡിയായിട്ടുണ്ട്. അടുത്ത് ചക്ക വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് റെഡിയാക്കി ചക്ക വെന്ത് അടപ്പെടുത്തതിന് ശേഷം അതിലോട്ടങ്ങ് തട്ടിയിട്ട് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം നമുക്ക് ഇളക്കി റെഡിയാക്കി വയ്ക്കാം. അതിലോട്ട് ചക്ക വെന്ത് കഴിഞ്ഞ്, ചക്കയും ചക്കക്കുരുവൊക്കെ വെന്ത് കഴിഞ്ഞ് അടുത്തിന് നമുക്ക് ഇതിലോട്ട് ഒന്ന് ഇളക്കിയിട്ട് വെള്ളം പാകത്തിലുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അരപ്പ് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് കറക്കി ഉടച്ച് ഇട്ടതിന് ശേഷം പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കി നമുക്കിത് റെഡിയാക്കി എടുക്കാം. എനിക്ക് കൈ വയ്യാത്തത് കാരണം എൻ്റെ ഭർത്താവാണ് സഹായിക്കുന്നത്. ഇനി നമുക്ക് ചക്ക റെഡിയായിട്ടുണ്ട്. ഇത് മീൻകറിയോ കട്ടച്ചമ്മന്തിയോ വെച്ച് നമുക്ക് കഴിക്കാം. സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത രുചിക്കൂട്ടുമായിട്ട് പിന്നെ കാണാം.